ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് UTIയുടെ സൈറ്റ് വഴി എങ്ങനെ ഡിജിറ്റൽ മോഡിൽ പാൻ കാർഡ് കറക്ഷൻ ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ പുതിയൊരു പേജ് എടുത്തതിന് ശേഷം UTI പാൻ എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പുതിയ പാൻ കാർഡ് എടുക്കുന്നതും കറക്ഷൻ ചെയ്യുന്നതുമൊക്കെ UTIയുടെ സൈറ്റ് വഴി തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ പാൻ കാർഡ് സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ അപ്ലൈ പാൻ കാർഡ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ പാൻ കാർഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിൽ ചേഞ്ച് കറക്ഷൻ ഇൻ പാൻ കാർഡ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് വരുന്ന പേജിൽ ഫസ്റ്റ് ഓപ്ഷൻ അപ്ലൈ ഫോർ ചേഞ്ച് കറക്ഷൻ ഇൻ പാൻ കാർഡ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിലവിലെ പാൻ കാർഡിൽ തിരുത്തൽ വരുത്തുന്നതിനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ പാൻ കാർഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡിജിറ്റൽ മോഡ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ മോഡിൽ സൈൻ മോഡ് എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സൈൻ മോഡ് യൂസ് ചെയ്താലാണ് സൈറ്റിലേക്ക് നമുക്ക് ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുക. പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി സൈറ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. വീണ്ടും ഒന്നും കൂടി ഓൾറെഡി അടിച്ചിട്ടുള്ള പാൻ കാർഡ് നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പാൻ കാർഡ് മോഡ് എന്നുള്ള ഓപ്ഷനിൽ ബോത്ത് ഫിസിക്കൽ പാൻ കാർഡ് ആൻഡ് പാൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്താലാണ് നമുക്ക് ഫിസിക്കലായിട്ട്, അതായത് പോസ്റ്റലായിട്ട് നമുക്ക് PVC കാർഡ് രൂപത്തിലുള്ള പാൻ കാർഡ് ലഭിക്കുക. പേജിൻ്റെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കുന്നതാണ്. ഈ നമ്പർ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അപേക്ഷകൻ്റെ ടൈറ്റിൽ കാറ്റഗറി ഫീമെയിൽ ആണെങ്കിൽ ശ്രീമതി കുമാരി എന്നുള്ള ഓപ്ഷനും മെയിൽ ആണെങ്കിൽ ശ്രീ എന്നുള്ള ഓപ്ഷനുമാണ് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുൾ നെയിം എന്നുള്ള ഓപ്ഷനിൽ ഒരു ടിക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഏത് വിവരങ്ങളിലാണോ കറക്ഷൻ ആവശ്യമുള്ളത്, അതായത് അപ്ഡേഷൻ ആവശ്യമുള്ള ആ ഒരു ഓപ്ഷനിൽ മാത്രം ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ടിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിലവിലെ പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെയാണ് വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ മാത്രം ടിക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം നിലവിൽ പുതിയ പാൻ കാർഡിൽ എന്ത് വിവരമാണോ വരേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രീ എന്നുള്ള ഓപ്ഷനുമാണ് യൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫുൾ നെയിം എന്നുള്ള ഓപ്ഷനിൽ ഒരു ടിക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഏത് വിവരങ്ങളിലാണോ കറക്ഷൻ ആവശ്യമുള്ളത്, അതായത് അപ്ഡേഷൻ ആവശ്യമുള്ള ആ ഒരു ഓപ്ഷനിൽ മാത്രം ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ല എങ്കിൽ ഡീറ്റെയിൽസ് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ടിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിലവിലെ പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെയാണ് വിവരങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അപ്ഡേഷൻ ആവശ്യമാണെങ്കിൽ മാത്രം ടിക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം നിലവിൽ പുതിയ പാൻ കാർഡിൽ എന്ത് വിവരമാണോ വരേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആധാർ നമ്പറും 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്തതിന് ശേഷം റീ എൻ്റർ ആധാർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ അതേ ആധാർ നമ്പർ തന്നെ വീണ്ടും ഒന്നും കൂടി കൊടുത്ത് ഓക്കെ എന്ന് കൊടുക്കാം. ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഓപ്പൺ ചെയ്ത് വരുന്ന പേജിൽ അഡ്രസ്സിൻ്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത്. അഡ്രസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ റെസിഡൻസ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. റെസിഡൻസ് എന്ന് കൊടുത്തതിന് ശേഷം ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ അഡ്രസ്സിൻ്റെ വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ്, താലൂക്ക്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനകത്ത് ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിലവിൽ പാൻ കാർഡിൽ മറ്റ് അപ്ഡേഷൻ ഒന്നും ആവശ്യമില്ലാത്തവരാണെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ടിക്ക് ചെയ്ത് കൊടുക്കുക. വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും നിലവിലുള്ള ഒരു മെയിൽ IDയും കൊടുക്കുക. ഈ മെയിൽ IDയിലേക്കാണ് ഈ പാൻ കാർഡ് ജനറേറ്റ് ആയതിനു ശേഷം മെയിലായിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ മിസ്മാച്ച്, സിഗ്നേച്ചർ മിസ്മാച്ച് എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുതിയ ഫോട്ടോയും പുതിയ സൈനും വേണമെങ്കിൽ മാത്രം ടിക്ക് ചെയ്താൽ മതി. ശേഷം IV എന്നുള്ള ഓപ്ഷനിൽ ഡിക്ലറേഷൻ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻക്ലോസ്ഡ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്ലേസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന പേജിലാണ് ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ടും ആധാർ കാർഡ് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ മോഡിൽ ചെയ്യുമ്പോൾ ആധാർ കാർഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്.
ആധാർ കാർഡ് PDF ഫോർമാറ്റിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആധാർ കാർഡും പ്രീവിയസ് പാൻ കാർഡും PDF ഫോർമാറ്റിലും ഫോട്ടോയും സൈനും JPG ഫോർമാറ്റിലുമാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഡോക്യുമെൻറ്റുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായി തന്നെ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് തന്നെ പ്രത്യേകം അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുന്നതാണ്. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ കളർ ഫോട്ടോ റീസെൻ്റ് ആയിട്ടുള്ളത് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചർ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ടത് തന്നെ സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായി അറ്റാച്ച് ചെയ്തതിന് ശേഷം പേജിൻ്റെ ഏറ്റവും താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുതിയ പാൻ കാർഡ് എടുക്കുന്നതിനും കറക്ഷൻ ചെയ്യുന്നതിനും ഒക്കെ സെയിം എമൗണ്ട് തന്നെയാണ് വരുന്നത്. 106 രൂപയാണ് വരുന്നത്. ബിൽ ഡെസ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഗേറ്റ്വേ പേജിലേക്ക് വരുന്നതാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ QR കോഡ്, വാലറ്റ്, UPI ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ QR കോഡ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. QR കോഡ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം സെലക്ട് QR എന്നുള്ള ഓപ്ഷനിൽ BHIM എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. UPI വാലറ്റ് ഓപ്പൺ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം വീണ്ടും വരുന്ന പേജിൽ ആധാർ ഒതൻറ്റിക്കേഷൻ പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന OTP അടിച്ച് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ആധാർ OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോണിലേക്ക് വരുന്ന OTP കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ആധാർ കാർഡിലെ ഡീറ്റെയിൽസുമായി മാച്ചിങ് ആണെങ്കിൽ ആധാർ മാച്ചിങ് യൂസിങ് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഓക്കെ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന സ്റ്റാർ മാർക്കുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് സൈറ്റിൽ നിന്നും PDF ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ റെഫറൻസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഡിജിറ്റൽ മോഡിൽ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.